ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഫാമിലിയായിട്ട് ഒരു കല്യാണത്തിന് ഞങ്ങൾ പോകുന്നത് പത്തനംതിട്ടയിലോട്ടാണ്. അപ്പം വാവയൊക്കെ ഭയങ്കര ഹാപ്പി. ലോങ് ട്രിപ്പ് പോകുന്നല്ലോ സന്തോഷം. ഇത് വോയിസ് ഞങ്ങൾ അന്നേരം കൊടുത്തത് ഒരു ക്ലാരിറ്റി ഇല്ല, അതാ വീണ്ടും പിന്നെ വോയിസ് കൊടുക്കുന്നത്. അന്നേരം അവള് ലോങ് ട്രിപ്പ് പോകുന്നതിൻ്റെ ഒരു ഹാപ്പി ഇല്ല. ഞങ്ങൾ അപ്പം നമ്മൾ ഏതാണ്ട് കൊട്ടാരക്കര എത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ കൊട്ടാരക്കര വഴിയാണ് നമ്മൾ പോകുന്നത്. കൊട്ടാരക്കര അമ്പലത്തിൻ്റെ ഏകദേശം അടുത്തായി. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലാണ് അമ്പലം. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് അമ്പലത്തിലോട്ടൊക്കെ പോകാമായിരുന്നു. നമ്മൾ ഇറങ്ങിയപ്പം കുറച്ച് ലേറ്റായിപ്പോൾ. ഇതാണ്ട് ഈ കാറ് വളഞ്ഞിറങ്ങിപ്പോകുന്നതാണ് അമ്പലം. ഇതാണ്ട് ഈ സൈഡിലാണ് കൊട്ടാരക്കര അമ്പലം. ഇവിടെ ഉണ്ണിയപ്പമൊക്കെ നേർച്ച നേരും. വിഘ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ഉണ്ണിയപ്പം നേർച്ചയൊക്കെ നേരും. കല്യാണത്തിനൊക്കെ മഴ പെയ്യാതിരിക്കാനെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ ഇത് ഇവിടെ വരുന്നു കൊട്ടാരക്കര സ്റ്റാൻഡ്. അപ്പം നമുക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കൊട്ടാരക്കര സ്റ്റാൻഡിൽ നിന്ന് പിന്നെ നേരെ പോയി കഴിയുമ്പം നമ്മൾ പിന്നെ അടുത്തത് ഇത് അടൂരെത്തി. അവിടുന്ന് ഇത് അടൂരിലെ പള്ളിയാണ്. നല്ലൊരു അവിടെ എന്തോ ഫങ്ഷനും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ചന്ദനപ്പള്ളി. ഇത് നമ്മൾ ഓമല്ലൂരോട്ട് പോകുന്ന ഭാഗത്താണ് ഈ ചന്ദനപ്പള്ളി. ഇതും നല്ല ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ്. ഇതൊക്കെ ഓമല്ലൂർ ഭാഗമായി കഴിഞ്ഞ്. അപ്പോൾ ഇതൊക്കെ പത്തനംതിട്ടയിലുള്ള ഭാഗങ്ങളാണ്, ഓമല്ലൂരും അതൊക്കെ. അപ്പം നമ്മൾ ഡെസ്റ്റിനേഷൻ ഓമല്ലൂർ തന്നെ. പിന്നെ ഇവിടങ്ങളിലെല്ലാം പോകുന്ന വഴിക്കൊക്കെ ചെറിയ ഒരുപാട് കച്ചവടക്കാരുണ്ട്. അവരുടെ വീടുകളിലുള്ള കുഞ്ഞു സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന്, ഇതൊന്നും കെമിക്കൽ ചേർന്നതോ രാസവസ്തുക്കളൊന്നുമല്ല, നല്ല സാധനം. നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടാണ്. നമുക്ക് ഇവിടാണ് കല്യാണത്തിന് വന്നത്. ഇപ്പം ഇവിടെ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട്. അപ്പം നമ്മളിനിയിപ്പം അതോടെ ഇവിടെ എന്ന് വെച്ചാൽ എപ്പോഴും നല്ല തണുപ്പുള്ളൊരു ഏരിയ. കാരണം ചുറ്റും റബ്ബറും മരങ്ങളും. ഇവിടെ അങ്ങനെ ചൂടധികം വരത്തില്ല. ഇതാണ് ചെറുക്കൻ. ഞാൻ, അമ്മ, പിന്നെ മാമി, മാമൻ, പിന്നെ ഫോട്ടോഗ്രാഫർ. ഞങ്ങളെല്ലാവരും ഏത് വണ്ടി കയറണമെന്ന് ഇങ്ങനെ ആലോചിച്ചു. ഇതാണ് നമ്മുടെ കല്യാണം നടക്കുന്ന പള്ളി. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇവിടെയും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഗൂഗിൾ മാപ്പിനെ തിരക്കി ഞങ്ങൾ ഏത് വഴി ഇറങ്ങിയാലും ഞങ്ങൾക്ക് വഴി തെറ്റാറുണ്ട്. ഇപ്രാവശ്യവും അതിനൊരു മാറ്റവും വന്നിട്ടില്ല. ഇതാണ് ആരോമൽ, ചക്കര, ചന്തു. ഇതാണ് എൻ്റെ ആങ്ങള, ആ ബ്ലാക്ക് ഇട്ടത്. ഞങ്ങൾ ഓരോ ഡ്രസ്സുകൾ ഞങ്ങൾ ട്രൈ ചെയ്ത് അവിടെ തന്നെ നിന്ന് ഞങ്ങൾ അതിൻ്റെ കുറ്റവും പറയുന്നുണ്ട്. പക്ഷെ അവർ കേൾക്കാതെ പറയും. പിന്നെ നമുക്ക് വെൽക്കമൊക്കെ തന്ന്. ഇത് ഈ പള്ളിയുടെ ഫസ്റ്റ് ഫങ്ഷനാണ്. അതായത് ഒരു റിനോവേഷൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഒരു ഫങ്ഷൻ. അത് നമ്മുടെ വെഡ്ഡിങ് ഫങ്ഷനായിരുന്നു. അപ്പം ഇവിടുത്തെ ഞാൻ ഇതുപോലൊരു ഫാൻ ഞാൻ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടില്ല. ഇങ്ങനെ ഇത്രയും വലിയ ഫാൻ കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോ. ഇത് ആ ഹാള് ഫുള്ള് കാറ്റ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫാൻ, ഈ ഒരൊറ്റ ഫാൻ കൊണ്ട് ആ ഹാള് ഫുള്ള് കാറ്റ് കിട്ടുന്നുണ്ട്. ഇത്രയും വലിയ ഫാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മറ്റുള്ള വിൻമില്ലിൻ്റെ അതുപോലത്തെ വലിയ ഇതുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ്, ഡോക്ടറാണ്. പിന്നെ എൻ്റെ കല്യാണ ചെറുക്കൻ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറാണ്. അപ്പം ഇവരാദ്യം പ്ലാൻ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഇവർ രജിസ്റ്റർ മാരേജ് ചെയ്യുന്ന പോലെ വളരെ ചെറിയ രീതിയിലുള്ള മാരേജിനോടായിരുന്നു അവർ താല്പര്യം. പിന്നെ ഞങ്ങൾ റിലേറ്റീവ്സിൻ്റെ എല്ലാത്തിനും അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയെങ്കിലും ചെയ്തത്. പിന്നെ അവിടുത്തെ ഡെക്കറേഷൻ വർക്കുമൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. നല്ല ലൈറ്റിംഗ് ഒക്കെ നല്ലതായിരുന്നു. പിന്നെ വലിയ ഹാളാണ്. ആരോമലിൻ്റെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം അവൻ്റെ താടിയും മീശയും എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വരിയിൽ അച്ചാർ വിളമ്പാഞ്ഞതുകൊണ്ട് അവൻ വീണ്ടും തിരിച്ച് വിളിച്ച്, ആ കുടുംബശ്രീക്കാർ ചേച്ചിമാരാ വിളമ്പിയത്, അവരെ തിരിച്ച് വിളിച്ച് ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെന്ന് പറഞ്ഞ് അവൻ വിളമ്പിപ്പിച്ചിട്ടുണ്ട്. അന്നേരം ഊണെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വണ്ടി കയറി തിരിച്ച് വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള
പിന്നെ ഞങ്ങൾ പള്ളിയൊക്കെ ഒന്നുകൂടി ഒന്ന് കറങ്ങി തിരിഞ്ഞ് എല്ലായിടവും ഒന്ന് എന്ന് വെച്ചാൽ കുറേ നാൾക്ക് ശേഷം എല്ലാവരുമായിട്ടൊരു ഒന്ന് കൂടാൻ പറ്റിയല്ലേ. അപ്പം വീണ്ടും എല്ലാം കഴിഞ്ഞു, എല്ലാവരും ആക്കിയിട്ട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.